എൻ്റെ പേര് പ്രമീള. നാട് കണ്ണൂരിൽ ഇരിട്ടിക്കടുത്താണ്. ഞാനൊരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു മോളുണ്ട്. ചേട്ടൻ ഗൾഫിൽ പോയതിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് താമസം. അച്ഛൻ 1 വർഷം മുന്നേ മരിച്ചു. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ താമസമാക്കിയത്. ചേട്ടൻ ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന കാശ് മതി ഞങ്ങൾക്ക് നാട്ടിൽ സുഖമായി ജീവിക്കാൻ. എന്നാലും ഞാനൊരു ജോലി കണ്ടെത്തി അതിൽ നിന്ന് കിട്ടുന്ന കാശ് മോളുടെ പേരിൽ നിക്ഷേപിക്കാൻ എൻ്റെ കൂട്ടുകാരി മായയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതിനായി അവൾ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലിയും തരപ്പെടുത്തി തന്നു. ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കൂട്ടുകാരാണ്. അങ്ങനെ ഞാൻ ജോലിയുടെ ഭാഗമായി എനിക്ക് 25 പോളിസി പിടിക്കണമായിരുന്നു. ഞാൻ എൻ്റെ ബന്ധുക്കളെയും പിന്നെ ചേട്ടൻ്റെ ബന്ധുക്കളെയും കൊണ്ടെല്ലാം കൂടി ഒരു 20 പോളിസി എടുപ്പിച്ചു. മായ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു പോളിസി പിടുത്തം അത്ര എളുപ്പമാവില്ല എന്ന്. എന്നാലും ഞാൻ അതൊരു ചാലഞ്ചായി എടുത്തു. എനിക്കറിയാം ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഒരു നല്ല ലൈഫ് ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ഞാൻ ബാക്കി 5 പോളിസിക്ക് വേണ്ടി കുറേ പേരെ കണ്ടു. പക്ഷെ ആരും എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം മായയുമായി പങ്കുവച്ചു. അപ്പം മായ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അലക്സാണ്ടർ മുതലാളി. ആൾ കുറേ ബിസിനസ്സുണ്ട്, കോടിക്കണക്കിന് ആസ്തി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും പോളിസി എന്നും പറഞ്ഞ് അങ്ങേൻ്റെ വീട്ടിൽ കയറ്റില്ല. മായ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അയാളുടെ നമ്പർ തരാം. നീ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുക്ക്. പോളിസി എന്ന് പറയണ്ട, നിനക്കൊരു പ്രധാന കാര്യം സാറുമായി ഡിസ്കസ് ചെയ്യാനാണെന്ന് പറ. ഞാൻ ഓക്കെ, നീ നമ്പർ താ, ഞാൻ അയാളെ വളച്ച് കുപ്പിയിലാക്കിക്കോളാം. മായ ഓക്കെ, നമ്പർ തരാം. നാളെ സൺഡേ അല്ലേ, നീ ഒരു 11 മണി കഴിഞ്ഞ് വിളിക്ക്. എന്നിട്ട് പുള്ളിക്കാരനെ ഒന്ന് വളച്ചെടുക്ക്. ഞാൻ ഓക്കെ ഡി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. മോളെ ഉറക്കി ഞാനും കട്ടിലിൽ കിടന്നു. എന്നിട്ട് നാളത്തെ പറ്റി ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ഇനി എങ്ങനെ അങ്ങേരെ ഒന്ന് വളയ്ക്കും? ആൾക്കൊരു 55 വയസ്സ് കാണും. പറ്റുമെങ്കിൽ ഒരു 10 കോടിയുടെ പോളിസിയെങ്കിലും എടുപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 50 ലക്ഷം കമ്മീഷനായി കിട്ടും. എന്തായാലും ഞാൻ അയാളെ കൊണ്ട് പോളിസി എടുപ്പിക്കും. ഇനി എന്ത് ചെയ്യേണ്ടി വന്നാലും ശരി. അങ്ങനെ ഓർത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി അലക്സാണ്ടർ മുതലാളിയെ വിളിക്കാൻ റെഡിയായി. എൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ നമ്പർ ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്. ഞാൻ അലക്സാണ്ടർ സാറല്ലേ? അയാൾ അതെ ആണ്. ഇതാരാണ്? ഞാൻ ഗുഡ് മോർണിംഗ് സാർ, എൻ്റെ പേര് പ്രമീള. എനിക്ക് സാറിന് ഒരു അപ്പോയിൻമെൻറ്റ് വേണമായിരുന്നു. ഒരു ബിസിനസ് സംബന്ധമായ കാര്യം പറയാനാണ്. അയാൾ ഗുഡ് മോർണിംഗ് പ്രമീള, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ. എന്ത് ബിസിനസ്സിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ സർ, അത് നേരിൽ കണ്ട് പറയാം. എന്തായാലും ഈ ബിസിനസ് കൊണ്ട് സാറിന് ലാഭം മാത്രമേ ഉണ്ടാകുള്ളൂ. അയാൾ ഓക്കെ, ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ? ഉച്ച കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ പോവുകയാണ്. ഞാൻ അതിനെന്ത് സാർ, ഞാൻ വേഗം വരാം. എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പോൾ അയാൾ മാത്രമേ വീട്ടിൽ കാണൂ എന്ന്. ഭാര്യയും കുട്ടികളും പള്ളിയിലോ മറ്റോ പോയിരിക്കുമായിരിക്കും. ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് മായയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എടി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാം. നീ അയാളെ വീട്ടിലൊന്ന് നിൻ്റെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാമോ? മായ ഓക്കെ, നീ വേഗം വാ. ഞാൻ പെട്ടെന്ന് അലമാര തുറന്ന് ഒരു നല്ല ലൈറ്റ് സാരി എടുത്തു. പിന്നെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ബിക്കിനി ഷഡ്ഡിയും ബാഡിയും പിന്നെ ഒരു പാവാടയും ഒരു കവറിൽ വച്ചു. പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഗൾഫ് കോണ്ടവും കവറിലിട്ട്. എന്നിട്ട് പെട്ടെന്ന് ഒരു ചുരിദാറും ഇട്ട് മായയുടെ വീട്ടിലേക്ക് എത്തി. മായ വേഗം വാടി, ഞാൻ കൊണ്ടാക്കാം. ഞാൻ നിക്ക്, ഒരു 10 മിനിറ്റ്, എനിക്ക് ഡ്രസ്സ് മാറണം. മായ അതിനെന്താ, ഈ ഡ്രസ്സ് പോരെ? ഞാൻ പോരാ, ഞാൻ ഒന്നൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സെല്ലാം മാറി സാരി ഉടുത്തിറങ്ങി. മായ നീ കല്യാണത്തിന് പോകാൻ വന്നതാണോ? ഞാൻ പോളിസി എടുപ്പിക്കണ്ടേ മോളെ, അപ്പോൾ ഇതല്ല പല വേഷവും കെട്ടേണ്ടി വരും. നീ വേഗം വണ്ടി എടുക്ക്, അങ്ങേര് ഉച്ച കഴിഞ്ഞ് ബാംഗ്ലൂരിലോ മറ്റോ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ വീട് പടിക്കലെത്തി. ഞാൻ മായ നീ പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നേക്കണം.
മായ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അങ്ങേരെ ക്ഷീണിപ്പിക്കല്ലേടി നീ. ഞാൻ കവർ കിടക്കുന്ന കോണ്ടവും അവൾ കണ്ടു. ഞാൻ ഒന്ന് കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. പുറത്തെങ്ങും ആരുമില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ സാരി പൊക്കിളിൻ്റെ താഴെയാക്കി ബ്ലൗസ് ഒന്ന് താഴ്ത്തി വച്ചു. മുലയുടെ വെട്ട് നല്ലപോലെ കാണാം. ഞാൻ ഡോറിൻ്റെ അടുത്ത് ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. പെട്ടെന്ന് ബാൽക്കണിയിൽ നിന്നൊരു വിളി വന്നു. പ്രമീളയല്ലേ? ഞാൻ അതെ സാർ, കയറി വരൂ. ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഡോറ് തുറന്നകത്തേക്ക് പോയി. നല്ല അടിപൊളി വീട്. എനിക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റില്ല. മുകളിൽ നിന്ന് വീണ്ടും ഒരു വിളി. പ്രമീള, ഇങ്ങ് കയറി വാ, മുകളിലാണ് എൻ്റെ ഓഫീസ്. ഞാൻ ഓക്കെ സാറെന്ന് പറഞ്ഞു. ഞാൻ ചുറ്റും കണ്ണോടിച്ചു. എൻ്റെ ഊഹം തെറ്റിയില്ല. വീട്ടിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ ഞാൻ മുകളിൽ ചെന്നു. ഓഫീസ് പോലത്തെ ഒരു റൂം. ഞാൻ മേ കമിൻ സർ? അയാൾ ഫോർമാലിറ്റി ഒന്നും വേണ്ട, ഇങ്ങ് കയറി വാ. ഞാൻ താങ്ക് യു സർ. ഞാൻ അടുത്തേക്ക് ചെന്നു. പ്രമീള ദായി ചെയറിലോട്ടിരുന്നോ? ഞാൻ ചെയറിലിരുന്നു. പ്രമീള, ഇനി പറയൂ, നിങ്ങൾ എന്ത് ബിസിനസ്സിൻ്റെ കാര്യമാണ് ഫോണിൽ പറഞ്ഞത്? ഞാൻ തല താഴ്ത്തിയിരുന്നു. എന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അയാൾ, പ്രമീള എന്തിനാണ് കരയുന്നത്? കാര്യം പറയൂ. ഞാൻ സോറി സാർ, ഞാൻ സാറിനോടൊരു കള്ളം പറഞ്ഞു. അയാൾ, എന്ത് കള്ളം? ഞാൻ ബിസിനസ്സിൻ്റെ കാര്യം പറയാനല്ല സാറിനെ വിളിച്ചത്, മറിച്ച് സാറിനെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കാൻ വന്നതാണ്. എന്നോട് സാർ ക്ഷമിക്കണം. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞാൻ, സാരമില്ല സാർ, ഞാൻ പൊക്കോളാം. സാറിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിൽ ക്ഷമിക്കണം. അയാൾ, അതൊന്നും സാരമില്ല. എന്തായാലും ഇയാൾ വന്നതല്ലേ, നമുക്ക് കുറച്ച് മിണ്ടിയും പറഞ്ഞും കുറച്ച് നേരം ഇരിക്കാം. ഞാൻ, അതെന്തിനാ സാർ? സാർ പറഞ്ഞോളൂ. അയാൾ, പ്രമീളയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഞാൻ, ഗൾഫിലൊരു കമ്പനിയിൽ സൂപ്പർവൈസറാണ്. അയാൾ, എത്ര നാളായി പോയിട്ട്? ഞാൻ, കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഇനി 2 വർഷം കഴിഞ്ഞേ വരൂ. അയാൾ, അയ്യോ, അപ്പോൾ പ്രമീളയുടെ കാര്യം കഷ്ടമാണല്ലോ. ഒരു കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു. ഞാനൊരു ചെറു പുഞ്ചിരിയോടെ അതെ സാറെന്ന് പറഞ്ഞു. അയാൾ, അപ്പോൾ കഷ്ടമാണല്ലോ കാര്യങ്ങൾ. ഞാൻ, എന്ത് ചെയ്യാനാ സാർ, സഹിച്ചല്ലേ പറ്റൂ. അയാൾ, ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സഹിച്ചിരിക്കാൻ പാടില്ല, കൈയോടെ തീർക്കണം. ഞാൻ, ആഗ്രഹം മാത്രം മതിയോ സാർ, ആളെ കിട്ടണ്ടേ? അങ്ങനെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാനും പറ്റില്ലല്ലോ. സാർ ഓരോ ന്യൂസൊക്കെ കാണുന്നതല്ലേ. അയാൾ, വിശ്വസിക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ പ്രമീള സമ്മതിക്കുമോ? ഞാൻ, പിന്നെ എപ്പോൾ സമ്മതിച്ചോന്ന് പറഞ്ഞാൽ പോരെ. അയാൾ, എങ്കിൽ നമുക്ക് ഒന്ന് കളിച്ചാലോ? ഞാൻ, അയ്യോ സാർ, അത് പിന്നെ. അയാൾ, അതെന്താ, എന്നെ വിശ്വാസമില്ലേ? ഞാൻ, എനിക്ക് സാറിനെ വിശ്വാസമാ. പ്രശ്നം അതല്ല സാർ, ആരെങ്കിലും വന്നാലോ, അതാണ് എൻ്റെ പേടി. അയാൾ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരും വരില്ല മോളെ. ഭാര്യയും മക്കളും ദൂരെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, വരാൻ താമസിക്കും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ വഴിഞ്ഞു മുറുക്കി. എന്നിട്ട് എൻ്റെ മുഖം ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. എൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു കുടിക്കാനും തുടങ്ങി. എന്നിട്ട് എൻ്റെ സാരി വലിച്ചൂരി മാറ്റി എന്നെ അയാളുടെ ബെഡ്റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയി. നല്ല പഞ്ഞി പോലത്തെ മെത്തയിലിട്ടു. എന്നിട്ട് അയാൾ എൻ്റെ കഴുത്തിൽ ചുംബിക്കാൻ തുടങ്ങി. എനിക്ക് സുഖം കൂടി വന്നു. അയാൾ പതിയെ എൻ്റെ ബ്ലൗസിൻ്റെ മുകളിൽ കൂടി എൻ്റെ മുലകളിൽ മാറി മാറി ചുംബിക്കാൻ തുടങ്ങി. പതിയെ പതിയെ എൻ്റെ പൊക്കിളിൽ അയാൾ നാവുകൊണ്ട് ചുറ്റിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾ എൻ്റെ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ ഊരി മാറ്റി എൻ്റെ ബാഡിയുടെ മുകളിലൂടെ എൻ്റെ മുലകൾ കശക്കി ഉടയ്ക്കാൻ തുടങ്ങി. സുഖം കൊണ്ട് ഞാൻ 7 ലോകവും കണ്ടു. ഞാൻ പെട്ടെന്ന് അയാളുടെ കുണ്ണയിൽ കയറി പിടിച്ചു അമർത്താൻ തുടങ്ങി. അയാളപ്പോൾ നല്ല സുഖം വരാൻ തുടങ്ങി. അയാളുടെ ഷഡ്ഡി ഊരി മാറ്റി ആ പെരുംകുണ്ണ എൻ്റെ വായിലോട്ടിറക്കി തന്നു. ആദ്യം കുറച്ച് ശ്വാസം മുട്ടിയെങ്കിലും പിന്നെ ഞാൻ പതിയെ ആ കുണ്ണ ഊമ്പി നുണയാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം ഊമ്പിക്കൊണ്ടിരുന്നപ്പോൾ അയാളുടെ അരക്കിട്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ പാല് വരുമെന്ന്. ഞാൻ വീണ്ടും ആർത്തിയോടെ ഊമ്പി. അയാൾ സുഖം കൊണ്ട് അലറി വിളിച്ചു. അയാളുടെ വാണപ്പാൽ എൻ്റെ ചുണ്ടിലും വായിലും മുഖത്തുമൊക്കെ ചീറ്റിത്തെറിച്ചു. അയാൾ എന്നെ കട്ടിലിൽ മലർത്തി കിടത്തി. എന്നിട്ട് എൻ്റെ കാലുകൾ അകത്തി വച്ചു. എൻ്റെ പൂവ് നക്കാൻ തുടങ്ങി.
എൻ്റെ കന്തിലും പൂവിൻ്റെ കുഴിയിലും നക്കി കുടിക്കാൻ തുടങ്ങി. സുഖം കൊണ്ട് ഞാൻ ശീൽക്കാര ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അയാൾ എൻ്റെ കന്ത് കുടിച്ചു. നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് എൻ്റെ പൂവിൽ ഒരു തരിപ്പ് തോന്നാൻ തുടങ്ങി. ഞാൻ, സാറേ എനിക്ക് വരാറായി, ഒന്ന് കുണ്ണ കയറ്റി അടിക്ക്. ആ അയാളുടെ കുണ്ണയെടുത്ത് എൻ്റെ പൂവിലോട്ട് തള്ളിക്കയറ്റാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കവറിൽ നിന്ന് കോണ്ടം എടുത്ത് പൊട്ടിച്ചു അയാളുടെ കുണ്ണയിലിട്ടു. അയാൾ, നീയാള് കൊള്ളാലോ, ഇതൊക്കെ നീ നേരത്തെ കയ്യിൽ കരുതിയിരുന്നോ? ഞാനൊരു കള്ളച്ചിരിയോടെ, ഒന്ന് വേഗം കേട്ടുണ്ട് സാറേ. ആ സുഖം കൊണ്ട് ഞാൻ പൊളയാൻ തുടങ്ങി. അയാൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. സാർ എനിക്കിപ്പോൾ വരും. അത് കേട്ടതോടെ അയാൾ അടിയുടെ വേഗം കൂട്ടി. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടാൾക്കും ഒരുമിച്ച് പാൽ ചീറ്റി തെറിച്ചു. ക്ഷീണം കൊണ്ട് ഞങ്ങൾ രണ്ടാളും ഉറങ്ങി. കുറച്ചു നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഡ്രസ്സെല്ലാം മാറി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ, എന്നാ സാർ ഞാൻ ഇറങ്ങട്ടെ? അയാൾ, അങ്ങനെ പോയാലോ, ദാ ഇത് പിടിക്ക്. ഞാൻ ഒരു കവറായിരുന്നു. അത് തുറന്നപ്പോൾ 10 കോടിയുടെ ഒരു ചെക്ക്. ഞാൻ ഞെട്ടിപ്പോയി. താങ്ക് യു സർ. അയാൾ, പോളിസിയുടെ പേപ്പറെല്ലാം നാളെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. സാറിന് എന്ത് വേണമെങ്കിലും ചെയ്തും തരാം. എന്നിട്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് പോയി.